ആത്മബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം. നമ്മുടെ മനസ്സിനെ നാം ഏതെങ്കിലും വഴിക്കൊക്കെ വിട്ട് ഭവിഷ്യത്ത് സംഭവിക്കുമ്പോൾ മറ്റുള്ളവരെ കുറ്റം പറയുന്നതിൽ ഒരർത്ഥവുമില്ല. നമ്മുടെ മനസ്സിനെ നായ്ക്കളെപ്പോലെ വിഷയങ്ങളിലേക്ക് തെണ്ടാൻ വിട്ടാൽ അതിൻ്റെ ഭവിഷ്യത്ത് നാം തന്നെ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ടൊരു കവി പറയുകയാണ്, വിട്ടു നീ ചിത്തത്തെ സംസാരത്തിൽ പെട്ടുപോകാതെ പലതും കേട്ടു, സത്യമാത്മാവു താനാണെന്ന് നിത്യം സ്മരിക്കിലാനന്ദമെന്നും. വിട്ടു നീ ചിത്തത്തെ സംസാരത്തിൽ, ഈ ലോക വിഷയങ്ങളിൽ നിന്റെ മനസ്സിനെ വിട്ടുകൊണ്ടിരുന്നാൽ നിനക്കൊരിക്കലും തീരാത്ത വിഷമങ്ങൾ മാത്രമേ എന്നും അനുഭവിക്കാനുണ്ടാവുകയുള്ളൂ. ആലോചന കൂടാതെ ഈ ലോക വിഷയങ്ങളിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഭവിഷ്യത്ത് വലുതായിരിക്കും. അതാണ് വിട്ടു നീ ചിത്തത്തെ സംസാരത്തിൽ പെട്ടുപോകാതെ പലതും കേട്ടു. ആളുകൾ പലതും പറയുന്നത് കേട്ട് നിന്റെ മനസ്സിനെ ഓരോ കാര്യങ്ങളിൽ വ്യാപൃതമായാൽ നഷ്ടം നിനക്ക് വരും. നമുക്കാണ് നഷ്ടം, നമുക്ക് ഓരോരുത്തർക്കുമാണ് നഷ്ടം. നമ്മുടെ ആയുഷ്കാലമാണെങ്കിൽ വളരെ തുച്ഛം മാത്രമേ ഉള്ളൂ. ഇനി എത്ര എന്ന് പറയാൻ ആർക്കും സാധിക്കുകയില്ല. അങ്ങനെയുള്ള അല്പമായ ആയുസ്സിൽ ഇത്രയും കഴിഞ്ഞു, ഇനിയുള്ള കാലം നാം ഏറ്റവും ഉത്കൃഷ്ടമായ വിധത്തിൽ മാത്രമേ വിനിയോഗിക്കാവൂ എന്ന പ്രതിജ്ഞ എടുക്കേണ്ടത് നാം തന്നെയാണ്. അതുകൊണ്ട് വിട്ടു നീ ചിത്തത്തെ സംസാരത്തിൽ പെട്ടുപോകാതെ പലതും കേട്ട്, ആത്മാവ് സത്യമായിരിക്കുന്നത് ആ പരമാത്മാവ് മാത്രമാണ്. അതാണ് നമ്മളിൽ ഓരോരുത്തരിലും നിറഞ്ഞിരിക്കുന്നത് എന്ന ബോധം നമുക്ക് ഉണ്ടാവണം. ആ ബോധം ഉണ്ടാകാൻ മനുഷ്യന് മാത്രമേ കഴിയൂ. മനുഷ്യ ദൈവങ്ങൾ എന്ന് പറഞ്ഞ് പലരും പരിഹസിക്കാറുണ്ട്. എല്ലാവരും, ഞാൻ മാത്രമല്ല, നമ്മളെല്ലാവരും ആ ഈശ്വര ചൈതന്യം കൊണ്ടാണ് നടക്കുന്നതും ഇരിക്കുന്നതും ഉറങ്ങുന്നതും ഉണർത്തുന്നതും. നമ്മെ ഉറക്കുന്നതും നമ്മെ ഉണർത്തുന്നതും ഊട്ടുന്നതും ഉണ്ടതിനെ ദഹിപ്പിക്കുന്നതും എല്ലാം ആ സർവേശ്വരൻ്റെ സാന്നിധ്യം ഒന്നുകൊണ്ട് മാത്രമാണ്. അത് വിട്ടുകഴിഞ്ഞാൽ ഈ ശരീരം വെറും ശവം മാത്രം. അത് പഞ്ചഭൂത നിർമ്മിതമായ ശരീരം, പഞ്ചഭൂതങ്ങൾ അതാറായി വേർതിരിഞ്ഞ് പിന്നീട് ഇവിടെ ഒന്നും അവശേഷിക്കാത്ത ഒരവസ്ഥ വരുന്നു. അതുകൊണ്ട് നാം ഈ സത്യാവസ്ഥ മനസ്സിലാക്കി നമ്മുടെ സ്വരൂപത്തെ നാം തിരിച്ചറിയണം. വിട്ടു നീ ചിത്തത്തെ സംസാരത്തിൽ പെട്ടുപോകാതെ പലതും കേട്ടു, ആത്മാവ് താൻ ആണെന്ന്. നാം ഓരോരുത്തരും തന്നെയാണ് ആ ആത്മാവ്. ഈ ദേഹം നമ്മളല്ല, ദേഹം എൻ്റേതാണ്. എൻ്റെ കൈ, എൻ്റെ കാല്, എൻ്റെ കണ്ണ്, എൻ്റെ നെഞ്ച് എന്നെല്ലാം നമ്മൾ പറയാറില്ലേ? അപ്പോൾ ഇതെല്ലാം എൻ്റേതാണ്. ഞാൻ അതിൽ നിന്ന് വ്യത്യസ്തമാണ്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുന്ന ഈ ശരീരം എൻ്റേതാകുമ്പോൾ ഈ ശരീരത്തെ എൻ്റേതെന്ന് പറയുന്ന ഞാൻ ആരാണ് എന്ന് നാം ഒന്ന് വിചിന്തനം ചെയ്ത് നോക്കൂ. എൻ്റെ കൈയെന്ന് പറയുമ്പോൾ ഞാൻ ഈ കൈയല്ല, എൻ്റെ പേന എന്ന് പറയുമ്പോൾ ഞാൻ പേനയല്ല എന്ന് എല്ലാവർക്കും അറിയാം. എൻ്റെ പുസ്തകം എന്ന് പറയുമ്പോൾ ഞാൻ ഈ പുസ്തകമല്ല. അതുപോലെ എൻ്റെ കണ്ണെന്ന് പറയുമ്പോൾ ഞാൻ ഈ കണ്ണല്ല. എൻ്റെ ചെവി കൊണ്ട് ഞാൻ കേട്ടതാണ്, എൻ്റെ കണ്ണുകൊണ്ട് ഞാനാണ് കണ്ടത്, ഞാനാണ് കണ്ടത്, ഞാനാണ് കേട്ടത്, ഞാനാണ് സംസാരിക്കുന്നത്. ഈ ഞാൻ ആരാണെന്നൊന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പോൾ ആ എന്നെക്കുറിച്ച് അറിവില്ലായ്മ കൊണ്ട്, ഞാൻ ആരാണെന്ന സത്യം നമ്മൾ മറന്നുപോയത് കൊണ്ട് ഞാൻ ദേഹമാണ് എന്ന് തെറ്റിദ്ധരിച്ചു. അതുകൊണ്ട് ഞാനൊരു സ്ത്രീയാണ്, ഞാനൊരു പുരുഷനാണ്, ഞാനൊരു കുട്ടിയാണ്, എനിക്ക് വയസ്സായി, ഞാൻ വയസ്സനാന്ന് പറയും. അതേ സമയത്ത് അല്ലെങ്കിൽ ഞാൻ വൃദ്ധൻ എന്നെല്ലാം നമ്മൾ പറയുമ്പോൾ ഈ ദേഹവുമായി നമ്മൾ അഭേദ്യമായി ബന്ധപ്പെട്ടതിനാൽ ദേഹത്തിൻ്റേതെല്ലാം എൻ്റേതായി തെറ്റിദ്ധരിച്ചു.
എന്നാൽ ഈ ദേഹത്തിൻ്റെ മാറ്റങ്ങളൊന്നും എനിക്ക് മാറ്റമില്ല. എൻ്റെ കുട്ടിക്കാലം നമുക്ക് നല്ല ഓർമ്മയില്ലേ? കുട്ടിയായി ഓടിച്ചാടി കളിച്ചതും ഞാൻ തന്നെയാണ് ഇപ്പോഴുള്ളത്. അപ്പം ശരീരം എൻ്റേതാണ് എന്ന് ബോധിക്കുമ്പോൾ ഞാൻ ആരാണ് എന്ന് നാം മനസ്സിലാക്കണം. ഞാൻ ആരാണെന്ന് ബോധിക്കുമ്പോൾ എനിക്കിതൊന്നും ബാധകമല്ല. എനിക്ക് ജനനമില്ല, മരണമില്ല. ഞാനല്ല വാസ്തവത്തിൽ ഈ രോഗത്തിനും ജനനത്തിനും മരണത്തിനും അനുഭവവേദ്യമാകുന്നത്, വിധേയമാകുന്നത് ഞാൻ അല്ല. ഞാൻ സർവസാക്ഷിയാണ്. ഇതിനെല്ലാം സാക്ഷിയായി വർത്തിക്കുന്നത് ഞാനാണെന്ന ബോധമാണ് നമുക്ക് വേണ്ടത്. സത്യമാം ആത്മാവാം താനാണെന്ന്, സത്യമായിരിക്കുന്ന പരമാത്മാവ് നാം ഓരോരുത്തരുമാണെന്ന് നിത്യം സ്മരിക്കിലാനന്ദമെന്നും. നിത്യം ഇത് ഓർമ്മിക്കുമ്പോൾ നമുക്ക് ആനന്ദം മാത്രമേ ഉള്ളൂ. ഭയം നമുക്കില്ല. നമ്മൾ സുരക്ഷിതരാണെന്ന സത്യം നമുക്ക് ബോധ്യമാകും. ഇത് ബോധിച്ച് ആ പരമമായ അവസ്ഥ എന്താണെന്ന് ബോധിക്കാനാണ് നാം ഓരോരുത്തരും ഈ ലോകത്തിലേക്ക് വന്നിരിക്കുന്നത് എന്ന സത്യം നാം ഒരിക്കലും മറക്കരുത്. അതുകൊണ്ട് നാം വിട്ടുനീതിത്തത്തെ സംസാരത്തിൽ പെട്ടുപോകാതെ പലതും കേട്ടു. സത്യമാമാത്മാവ് താനാണെന്ന് നിത്യം സ്മരിച്ചിരാനന്ദമെന്നും.